നമസ്കാരം. നമസ്കാരം. സാർ ഹരിപ്പാടല്ലേ? അതെ, ഹരിപ്പാട്. ഓക്കെ. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, മിസ് ചെയ്താലും എല്ലാത്തിന്റെയും റെക്കോർഡിങ്സ് ഓരോ സെഷൻ കഴിയുമ്പോൾ അതിന്റെ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി ഫയൽസിനകത്ത് കാണും. ഇപ്പം ഇവർക്ക് അത് കാണുകയും ചെയ്യാം. പിന്നെ അല്ലാതെ at a later time also, if they want, they can go back and watch it again and again, as many times. പിന്നെ if they have any doubts, they can directly contact the trainer. അവർക്ക് നേരിട്ട് ട്രെയിനറിനെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള RAGലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി ക്ലാസ്സുകൾ നമുക്ക് നടക്കുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ്, നേഴ്സുമാരുടെ ഡൗട്ടുകളാണ്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കും അറിയാൻ സാധിക്കും ഓരോരുത്തരുടെ ഡൗട്ടുകൾ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോമട്രി പോലുള്ള എക്സാമുകൾ നമുക്ക് കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് ഡേറ്റും കാര്യങ്ങളും എടുത്തു കൊടുക്കുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ പ്രോമട്രിക് എക്സാമിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രോമട്രിക് എക്സാം കുവൈറ്റിലോട്ടൊക്കെ വരുന്ന നേഴ്സുമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പ്രോമട്രിക് എക്സാം എന്നത്. അതായത് പ്രോമട്രിക് നമ്മൾ പാസ്സാവണം. നേരത്തെ അത് MOH ആയിരുന്നു നിങ്ങൾക്കറിയാം. അതിപ്പോൾ MOH ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പ്രോമട്രി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രോമട്രി എക്സാം എഴുതുന്നത് നമുക്ക് എവിടെ നിന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോമട്രി എക്സാം പാസ്സാവാം, എത്ര മാർക്കാണ് അതിന് വേണ്ടത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്തൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഞാനിപ്പോൾ ഉള്ളത് മേബുള്ളനാണ്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റാണ് തൊട്ട് പുറകെ കാണുന്നത്. ഞാനിവിടെ നിന്ന് ഇറങ്ങി എനിക്ക് പോകാനുള്ളത് അബ്ബാസിയയിലേക്കാണ്. അപ്പോൾ അബ്ബാസിയയിൽ അവിടെ ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രോമട്രിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അവിടെ നിന്നാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോവാം അല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഇല്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. കുവൈറ്റ് പോലുള്ള രാജ്യത്തേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നേഴ്സായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടുത്തെ ലൈസൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ കുവൈറ്റ് പ്രോമട്രിക് എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 ഇയറിലേക്കുള്ള ഒരു ലൈസൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ലൈസൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് ആ ലൈസൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി തന്നെ ഇവിടെ ജോലിക്ക് കയറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കുവൈറ്റ് ലൈസൻസ്, അതായത് പ്രോമട്രിക് എക്സാം എത്ര കേടിയാണ് നമുക്കതിന് ചിലവ് വരുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു നേഴ്സാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കുവൈറ്റ് പോലുള്ള രാജ്യത്തേക്ക് പ്രൈവറ്റ് ക്ലിനിക്കിലേക്കും മറ്റുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങളൊരു നേഴ്സല്ല, നിങ്ങളൊരു ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലൈസൻസ് നിർബന്ധമായിട്ടും ഇവിടെ നിന്ന് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ മെഡിക്കൽ പരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് RAGയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു കുവൈറ്റിൻ്റെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സെൻ്ററാണിത്. ഇവിടെ നമുക്ക് പ്രോമട്രി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പ്രോമട്രി മാത്രമല്ല, ACLS BLS പോലുള്ളതൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ IELTS കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമുക്ക് നേഴ്സുമാർക്ക് കിട്ടുന്നതെന്ന് നമുക്ക് അകത്ത് പോയിട്ടൊന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വന്നു. RIG എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. അബ്ബാസിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് ബ്ലോക്ക് 4-ലാണുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കുഞ്ഞുമോൻ സാറാണ് ഇതിൻ്റെ എല്ലാം മാനേജർ സാറാണിത്. അദ്ദേഹം നാട്ടിൽ ഹരിപ്പാടാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇവിടെ വന്ന് പരിചയപ്പെട്ടു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാറിനോട് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. സാർ നമസ്കാരം. നമസ്കാരം. സാർ ഹരിപ്പാടല്ലേ? അതെ, ഹരിപ്പാട്. ഓക്കെ സാർ, നമ്മുടെ ഒരുപാട് നേഴ്സുമാരുണ്ട് ഇപ്പോൾ നാട്ടിൽ. പ്രസന്റ്ലി ഇപ്പോൾ നാട്ടിൽ ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്, കുവൈറ്റിലോട്ട് വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പ്രൈവറ്റിലും അതുപോലെ പല സ്ഥലത്തും ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പ്രോമോട്ടർ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് ജസ്റ്റ് പറയാമോ? ഓക്കെ, നമുക്ക് പ്രൊമെട്രിക്കിന്റെ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. അത് നമുക്ക് 2 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ്. ഇൻ ദ സെൻസ് മോർണിംഗ് ബാച്ചും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അത് സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് മോർണിംഗോ ഈവനിങ്ങോ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിപ്പം അതല്ലാതെ നമ്മൾ പ്രൊഫഷണൽ ആപ്പ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ടീംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻ കേസ് സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, മിസ് ചെയ്താലും എല്ലാത്തിന്റെയും റെക്കോർഡിങ്സ്, ഓരോ സെഷൻ കഴിയുമ്പോൾ അതിന്റെ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി ഫയൽസിനകത്ത് കാണും. ഇപ്പം ഇവർക്ക് അത് കാണുകയും ചെയ്യാം. പിന്നെ അല്ലാതെ at a later time also, if they want, they can go back and watch it again and again, as many times. പിന്നെ if they have any doubts, they can directly contact the trainer. അവർക്ക് നേരിട്ട് ട്രെയിനറിനെ കോൺടാക്ട് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിയുടെ ഒക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. വീട്ടിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ എന്നാലും ഒരു ദിവസം പോലും നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്കിടയിലാണ് പലരും ഇതുപോലുള്ള പ്രൊമോട്ടറിക്കേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള RIG-ലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി ക്ലാസ്സുകൾ നമുക്ക് നടക്കുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഫീസ് എത്രയാണ് സാർ? നമുക്ക് ഓൺലൈൻ നമുക്ക് ഡിഫറെന്റ് കോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നഴ്സസിന് 80 KD ആണ്. ഓക്കെ, ഡെന്റിസ്റ്റിന് 150 KD ആണ്. 150 KD. ഓക്കെ, ലാബ് അസിസ്റ്റൻസിന്റെ ലാബ് ടെക്നീഷ്യന് 80 KD ആണ്. 80 KD ആണ്. ഓക്കെ, ഇവർക്കെല്ലാം ഓൺലൈൻ വഴി ക്ലാസ്സുകളുണ്ട്. എല്ലാവർക്കും ഓൺലൈൻ. പിന്നെ GPക്ക് 200 KD ആണ്. 200 KD ആണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അത് എത്ര മാസത്തെ കോഴ്സ് ആണ് നിലവിൽ വരുന്നത്? ഇത് 30 ഡേയ്സിന്റെ ക്ലാസ് ആണ്. 30 ഡേയ്സിന്റെ ആണ്. ഓക്കെ, 30 ഡേയ്സ്. അപ്പം മൊത്തം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ജനറലി അറൌണ്ട് 40-45 ഡേയ്സ് ആവും. നമ്മളൊരു 30 ഡേയ്സിന്റെ ടാർഗറ്റ് വെച്ചാണ് പോകുന്നത്. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ദി റെസ്പോൺസ്, പിന്നെ എത്ര എളുപ്പം പിള്ളേര് അത് സ്റ്റുഡൻസ് ഗ്രാസ്പ് ചെയ്യുന്നതിന്റെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യും ദി ഡ്യൂറേഷൻ. ജനറലി നമ്മുടെ ടാർഗറ്റ് 30 ഡേയ്സിനകത്ത് റാപ്പ് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സാറിനോട് ചോദിക്കുകയാണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഇതിനു വേണ്ടി അത് റെഗുലർ ആയിട്ടുണ്ട്. ഇതിപ്പം ഈ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ it includes both theory and question discussion. Okay, fine. ഈ നമ്മുടെ കാൻഡിഡേറ്റ്സ് അഡ്മിഷൻ എടുക്കുമ്പം നമ്മൾ ഒരു തിയോറി ബുക്കും ഒരു ക്വസ്റ്റ്യൻ ബാങ്കും പ്രൊവൈഡ് ചെയ്യുന്നു. അലോങ് വിത്ത് ദാറ്റ്, ഈ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലാതെ തന്നെ ഈ ക്ലാസ്സസിനിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം പരീക്ഷ നടക്കുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അത് ഡിസ്കസ് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ട്രെയിനിങ്, ആഫ്റ്റർ 30 days, once the coaching is over, അവർക്ക് ഇവിടെ വന്ന് ലൈവ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, which is a live simulation of what actual exam is. അപ്പം ഒരു ആക്ച്വൽ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ തന്നെ അവർക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചത് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ്. ഇപ്പം നേഴ്സുമാരുടെ ഡൗട്ടുകളാണ്. ഇപ്പം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കും അറിയാൻ സാധിക്കും ഓരോരുത്തരുടെ ഡൗട്ടുകൾ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടറി പോലുള്ള എക്സാമുകൾ നമുക്ക് കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് ഡേറ്റും കാര്യങ്ങളും എടുത്തു കൊടുക്കുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഡേറ്റ് എവിടെ വേണമെങ്കിലും എഴുതാം. ഇതിപ്പം നമുക്ക് കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ നിന്ന് എഴുതണമെങ്കിൽ ഇന്ത്യയിലും എഴുതാം. അപ്പൊ അവരുടെ പേയ്മെന്റ് എങ്ങനെയായിരിക്കും? പേയ്മെന്റ് അവർ ഇന്ത്യൻ മണി ചെയ്താലും മതി. നമ്മളത് ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സാംസ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്ലിനിക്കിന്റെ പേരിലായിരിക്കുമോ അതോ അവരുടെ സ്വന്തം ഏതെങ്കിലും പാസ്പോർട്ട് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും? എക്സാം ബുക്ക് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കിന്റെ സ്പോൺസർഷിപ്പ് വേണ്ട. അവർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കിന്റെ സ്പോൺസർഷിപ്പ് വേണ്ട. അല്ലാതെ തന്നെ പാസ്പോർട്ട് വെച്ച് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈസൻസ് എങ്ങനെയായിരിക്കും അവരുടെ പേരിൽ വരുന്നത്? റിസൾട്ട് അവരുടെ പേരുകാർക്കും വരുന്നത്. ഈ റിസൾട്ടിന് 1 year വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വിതിൻ 1 year they need to join
either a hospital or a clinic. ഓക്കെ. അപ്പോൾ എന്നിട്ട് ആ ക്ലിനിക്ക് കയറിയതിനു ശേഷം ആ ലൈസൻസ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ആ റിസൾട്ട് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ. ഇപ്പൊ വലിയൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോമോട്ടറി എക്സാം എഴുതാനായിട്ട് സാധിക്കും. അത് ഏത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിന്റെ പേരിലോ നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാസ്പോർട്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും അല്ലേ സർ? അത് ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ക്ലിനിക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയതിനു ശേഷം ആ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് ആ ലൈസൻസ് അവരുടെ പേരിലോട്ട് മാറ്റി തരും. അപ്പോൾ കുവൈറ്റ് പോലുള്ള രാജ്യത്തോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ടാവാം, നിങ്ങളൊരു നേഴ്സായിരിക്കാം, നിങ്ങൾക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വന്നാൽ ജോലി കിട്ടുമോ എന്നുള്ള സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൊമോട്ടറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ജോലി 100% കിട്ടും. 100% ഉറപ്പാണ്. ഇപ്പോഴാണ് കറക്റ്റ് സമയം ഇപ്പൊ കുവൈറ്റിലേക്ക് വരാൻ വേണ്ടി. ബിക്കോസ് പ്രൊമോട്ടറി ക്ലിയർ ചെയ്തിട്ടുണ്ടോ യു ഹാവ് എ ഷുവർ ഷോട്ട് ജോബ്. ഓക്കെ. നല്ല സാലറിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. നല്ല സാലറിയും കിട്ടും. അപ്പോൾ പ്രോമോട്ടറി നിങ്ങൾക്ക് ഇവിടെ അറിയപ്പെടുന്ന ഒരു ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാട്ടിലിരുന്നും നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ പ്രോമോട്ടറി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് സാറിനോട് തന്നെ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് അല്ലേ സർ? അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അവർക്ക് എങ്ങനെയാണ് കോപ്പി എടുക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? അവർക്ക് ഡയറക്റ്റ് മെയിലിലേക്ക് വരും, റിസൾട്ട് വരും. ഇൻ കേസ് അവർക്ക് റിസൾട്ട് വന്നില്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാവുന്നതാണ്, കാൻഡിഡേറ്റ്സിന് റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റിസൾട്ട് അവർക്ക് എടുത്തു കൊടുത്തിരിക്കും. നമ്മൾ ബുക്ക് ചെയ്യാത്തവർ പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അവർക്ക് റിസൾട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഡയറക്റ്റ് സാറേ, പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യം വന്നപ്പോൾ ഒരു 60% നമുക്ക് ജയിക്കാൻ പാസ് മാർക്കായിട്ട് അവർ പറഞ്ഞിരുന്നത്. ഇപ്പൊ നഴ്സിംഗിന് ഇപ്പൊ അത് 55 ആയി എന്ന് കേൾക്കുന്നു. 55, 56 അങ്ങാണ്ടായി എന്ന് കേൾക്കുന്നു. എത്രയാണ് ഇപ്പൊ പെർസെന്റേജ് മാർക്ക് വേണ്ടത്? 55 ആണ്. 60 ആയിരുന്നു, പക്ഷേ ജൂലൈ 9 തൊട്ട് അത് 55% ആയി. 55% ആയി. ഓക്കെ. 55 മതി അല്ലേ? 55 മതി. പിന്നെ കമ്പാരിറ്റീവ്ലി പരീക്ഷ ഒന്ന് ലീനിയന്റും കൂടെ ആയിട്ടുണ്ട്. ഓക്കെ. നേരത്തെ കുറച്ച് ടഫ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമുക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു, റെഗുലർ ആയിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു. നമ്മള് REG പയനിയേഴ്സ് ആണ് പ്രൊമോട്രിക് ട്രെയിനിങ് കുവൈറ്റില്. ഇൻഫാക്ട് ഇന്ത്യയിലായാലും we are the pioneers when it comes to Kuwait Prometric training. ഈ REG എന്ന് പറഞ്ഞ സ്ഥാപനം എത്ര വർഷമായിട്ട് കുവൈറ്റിലുണ്ട്? ഇതിപ്പോ 9 years ആയി. 9 years ആയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്കിപ്പോ എക്സാം സെന്ററുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് നാട്ടില് കൊച്ചിയിലില്ല, തിരുവനന്തപുരത്താണ് നമ്മുടെ സെന്റർ. കേരളത്തിൽ ആമത്തെ ഒറ്റ സെന്ററേ ഉള്ളൂ, അത് ട്രിവാൻഡ്രം ആണ്. അപ്പം അവർക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒറ്റ ഒരു സെന്റർ ഉള്ളതുകൊണ്ട് കേരളത്തിൽ, പിന്നെ നാട്ടിൽ നിന്ന് ഇത്രയും പേര് എഴുതുന്നുണ്ട്, അവിടെ ഡേറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മുൻകൂട്ടി ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു 2 months മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ കിട്ടത്തില്ല സ്ലോട്ട്സ്. പിന്നെ ഈ പ്രൊമോട്രിക് സെന്റർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും, അതിപ്പം കുവൈറ്റ് പ്രൊമോട്രിക് മാത്രമല്ല, അതിപ്പം സൗദി പ്രൊമോട്രിക് ആയാലും ഒമാൻ പ്രൊമോട്രിക് എല്ലാത്തിനും ഒറ്റ സിംഗിൾ സെന്റർ ആണ്. അപ്പം ഈ സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ആര് മുമ്പേ ബുക്ക് ചെയ്യുന്ന അവർക്ക് നമുക്കത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോട്ടറി എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടാൻ പാടാണ്, തിരുവനന്തപുരത്തൊക്കെ കിട്ടാനായിട്ട് പാടാണ്. കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പ്രൊമോട്ടറിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ MOH എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. പ്രൊമോട്ടറി തുടങ്ങിയ കാലത്ത് കുറച്ച് ടഫായിരുന്നു, എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികൾ നേരത്തെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സാർ പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ അവർ കുറച്ചും കൂടെയൊക്കെ മയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ 60% എന്നുള്ളത് 55 ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നല്ലൊരു സമയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കുവൈറ്റിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടൊക്കെ ജോലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോട്ടറി നാട്ടിൽ ഇരുന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും. തിരുവനന്തപുരത്താണ് അതിന്റെ സെന്റർ ഉള്ളത്. നമ്മുടെ ഈ ഫീസിന് പുറമെ നമ്മുടെ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് സെപ്പറേറ്റ് ആണ്. അതുപോലെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് ഒരു ചെറിയൊരു ഫീസും കൂടെ ഇടാതെ 80 KD ആണല്ലേ. അപ്പോൾ അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് എവിടെയാണോ സ്ലോട്ട് അവൈലബിൾ അവിടെ സാർ അതിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ റിസൾട്ട് വരാനായിട്ട് വല്ല താമസമുണ്ടോ? ഇല്ല, പരീക്ഷ എഴുതുന്ന അന്ന് തന്നെ റിസൾട്ട് വരും. ജനറലി 1.5 hours അവർക്ക് റിസൾട്ട് വരും. ഓക്കെ. അങ്ങേയറ്റം ലേറ്റ് ആയി കഴിഞ്ഞാൽ ബൈ സെയിം ഡേ നൈറ്റ് ദേ വിൽ ഗെറ്റ് ദ റിസൾട്ട്സ്. പിന്നെ ട്രിവാൻഡ്രത്ത് എക്സാം സെന്റർ ഒന്നേ ഉള്ളൂ, കേരളത്തിൽ ഒന്നേ ഉള്ളല്ലോ, അതുകൊണ്ട് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബാംഗ്ലൂരും ചെന്നൈയിലും ഇച്ചിരി എളുപ്പമാണ്. ബാംഗ്ലൂരിൽ 2 സെന്റർ ഉണ്ട്, ചെന്നൈയിലും 2 സെന്റർ ഉണ്ട്. അവിടെ സ്ലോട്ട്സ് കിട്ടാൻ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഈസിയാണ്.
പിന്നെ അതിന് 1 year വാലിഡിറ്റി ഇവിടെ ഉണ്ടല്ലേ? നിലവിൽ 1 year 12 months validity ഉണ്ട് റിസൾട്ടിന്. നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ക്ലിനിക്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ഈ പ്രൊമോട്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിനിവിടെ വാല്യൂ ഉണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊമോട്ടറി ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അത് MOH ആയിരുന്നു. MOH എന്ന് പറഞ്ഞാൽ നമുക്ക് കുവൈറ്റിൽ വന്നതിന് ശേഷം മാത്രമേ എക്സാം എഴുതാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനൊക്കെ MOH എഴുതിയ വ്യക്തിയാണ് കേട്ടോ സാറേ. ഞാൻ 2 തവണ MOH എഴുതിയിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ടൈം കിട്ടി, അത് പിന്നെ അത് മാറ്റി, മീൻസ് എനിക്ക് പുതുക്കാൻ പറ്റാതെ വന്നു. പിന്നെ വീണ്ടും ഞാൻ എഴുതി. ഇപ്പോൾ പെർമനന്റ് ലൈസൻസ് എന്റെ കയ്യിലുണ്ട്, MOH ലൈസൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറിയാണ്. പ്രൊമോട്ടറി നാട്ടിൽ ഇരുന്ന് എവിടെ വേണമെങ്കിലും, ഇപ്പോൾ സൗദിയുടെയും DHA ഒക്കെ നമ്മൾ എഴുതുന്ന പോലെ എവിടെ ഇരുന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ കുഞ്ഞുമോൻ സാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടറിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു സംശയം ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കുഞ്ഞുമോൻ സാറോട് നമുക്ക് താങ്ക്സ് പറയാം. താങ്ക് യു സർ. ഇതുപോലുള്ള നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഇന്നത്തെ നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.